ഈ ഓഡിറ്റ് റിപ്പോർട്ടിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ അതിൻ്റെ അകത്തൊരു 5 ലക്ഷം എന്ന് പറഞ്ഞല്ലോ. ആ 5 ലക്ഷം മറ്റൊരു വരവിലുള്ളതുകൊണ്ടാണ്. അതുകൊണ്ടാണ് നിങ്ങൾ ആ പുസ്തകം എടുത്ത് നോക്കുക. അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 50 ലക്ഷം 40 ലക്ഷം എന്ന് അതിൻ്റെ അകത്ത് എഴുതിയിട്ടുണ്ട്. ധനരാജ് ഫണ്ടിൻ്റെ ഭാഗമായിട്ട് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് പറയുന്ന വാക്കിൻ്റെ അകത്ത് ആ 5 ലക്ഷം അതിൻ്റെ അകത്ത് ചേർന്നിട്ടുണ്ട്. മനസ്സിലായില്ലേ? 35 ലക്ഷം അല്ല, യഥാർത്ഥത്തിൽ 50 ലക്ഷമാണ്. അത് കൃത്യമായിട്ട് കണക്ക് പരിശോധിച്ചാൽ നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പുസ്തകം നോക്ക്. ആ പുസ്തകത്തിൽ 35 ലക്ഷം അല്ല 40 ലക്ഷമാണ്. നിങ്ങൾ മധുവിൻ്റെ പേരിൽ പേഴ്സണലായിട്ട് മാറിയിട്ടുണ്ടെന്ന് പറയുന്നില്ലേ? ആ 5 ലക്ഷം ഉൾപ്പെടെ ചേരുന്നതാണ് ഈ 40 ലക്ഷം. ആ കുഞ്ഞികൃഷ്ണൻ കണക്കല്ല, ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ചതെന്നാണ് പറഞ്ഞത്. അതാ പറഞ്ഞത്. കുഞ്ഞികൃഷ്ണൻ എഴുതിയല്ല ശരി. ജില്ലാ കമ്മിറ്റി പരിശോധിച്ചുകൊണ്ട് തയ്യാറാക്കിയ കണക്കിനെയാണ് അദ്ദേഹം അധിക്ഷേപിച്ച് ജില്ലാ കമ്മിറ്റി അടിച്ചേൽപ്പിച്ച 40 ലക്ഷം എന്ന് എഴുതി വെച്ചത്. മനസ്സിലായില്ലേ? ജില്ലാ കമ്മിറ്റിയുടെ കണക്കാണ് ശരിയായ കണക്ക്, കുഞ്ഞികൃഷ്ണൻ്റെ കണക്കല്ല. അതാ പറഞ്ഞത്. അദ്ദേഹം എന്തെങ്കിലും എഴുതി വെച്ചാൽ കണക്കാവില്ല. എന്താ നിങ്ങൾക്ക് സംശയം? അദ്ദേഹം പാർട്ടിയുടെ മുമ്പാകെ അവതരിപ്പിച്ചതും അവതരിപ്പിക്കാത്തതുമായിട്ടുള്ള കണക്കാണ് പുസ്തകത്തിൽ പറഞ്ഞിട്ടുള്ളത്. പക്ഷെ പാർട്ടി കമ്മിറ്റി ചർച്ച ചെയ്ത് അംഗീകരിച്ചിട്ടുള്ള കണക്കല്ല കുഞ്ഞികൃഷ്ണൻ്റെ കണക്ക്. കുഞ്ഞികൃഷ്ണൻ്റെ കണക്ക് അദ്ദേഹത്തിൻ്റെ ഭാവനാവിലാസമാണ്. വേറൊന്നുമല്ല. പാർട്ടി കൃത്യമായിട്ട് കണക്ക് അംഗീകരിച്ചിട്ടുണ്ട്. പാർട്ടി എന്ന് പറഞ്ഞാൽ ഏതെങ്കിലും ഒരു വ്യക്തി എന്തെങ്കിലും ഒരു തോന്നിയവാസം ചെയ്തുവെങ്കിൽ അത് മൂടിവെക്കുന്ന പാർട്ടിയൊന്നുമല്ല CPIM. എല്ലാ തലങ്ങളിലും പരിശോധന നടത്തിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് സാമാന്യ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ടൊന്ന് ചിന്തിക്കുക. കുഞ്ഞികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി മാത്രം ശരി. അദ്ദേഹത്തിൻ്റെ പുസ്തകം തന്നെ പറയുന്നുണ്ട്, ഞാൻ എല്ലാ നേതാക്കളെയും പോയി കണ്ടു. എല്ലാ നേതാക്കളും ചേർന്നിട്ട് ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്യുന്ന സമയത്ത് അയാളെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ടാണോ എല്ലാ നേതാക്കളും നിൽക്കുന്നത്? ഒരു പ്രശ്നം നിങ്ങൾക്ക് ആരോടെങ്കിലും പകയുണ്ട് എന്ന് കരുതി ആ പകയെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് കുറേ പേപ്പർ കൊടുത്ത് പുറപ്പെട്ടാൽ അതിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് നിന്ന് കൊടുക്കുന്ന പാർട്ടി എല്ലാ CPIM വസ്തുത പരിശോധിക്കും, കൃത്യമായുള്ള പരിശോധന നടത്തും. ആ പരിശോധന അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് പാടില്ലാത്തതാണ് ഇതിൽ നിന്ന്. അതെ, അത് വളരെ വളരെ ഗൗരവമുള്ള കാര്യമാണ്. പാർട്ടിക്കകത്ത് നിന്ന് പ്രവർത്തിക്കുന്ന സമയത്ത് തന്നെ എത്രമാത്രം വഞ്ചനാത്മകമായിട്ടുള്ള മനസ്സുമായിട്ടാണ് വി കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്കകത്ത് പ്രവർത്തിച്ചത് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ് ഈ തെളിവ്. എന്താ തെളിവ്? പാർട്ടിയുമായി ബന്ധപ്പെട്ട സകല രേഖകളുടെയും ഫോട്ടോ കോപ്പി എടുത്ത് പുരക്കി വെച്ചിരിക്കുക. വഞ്ചനയാണിത്. പാർട്ടിയോടുള്ള കടുത്ത വഞ്ചനയാണ്. മധുവിനോടുള്ള ശത്രുത വർദ്ധിച്ച് പാർട്ടി വിരുദ്ധനായി ഇപ്പോൾ പാർട്ടി ശത്രുക്കളുടെ വെറും ഒരു കോടാലി കൈയായി അധപ്പതിച്ചിരിക്കുകയാണ് കുഞ്ഞികൃഷ്ണൻ. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇത്തരത്തിലുള്ള രേഖകൾ, ഉള്ളതും ഇല്ലാത്തതുമായ രേഖകളെടുത്ത് സൂക്ഷിക്കുന്നത്. പാർട്ടി രേഖയാണ് നിങ്ങൾ പറയുന്നല്ലേ? നിങ്ങൾ അതല്ല തെറ്റാണ്. അദ്ദേഹത്തിന്റെ ബോംബെ ഹോട്ടൽ, റെയ്ഡ്കോ, പിന്നെ ജവഹർലാൽശാല, നാഷണൽ കോളേജ് പ്രസ്, അങ്ങനെ വരവ് പറഞ്ഞ കൂട്ടത്തിൽ പറയുന്നത് ധനരാജ് ഫണ്ട് വരവ് 35 ലക്ഷം. സെക്രട്ടറി നേരത്തെ പറഞ്ഞത് തൽക്കാലം ഏരിയ കമ്മിറ്റിയുടെ അക്കൗണ്ടിലേക്ക് ധനരാജിന്റെ രക്തസാക്ഷി ഫണ്ട് എന്നുള്ള പണം. അത് നിങ്ങൾ പറയുന്നത് തെറ്റാണ്. തെറ്റാണ്. അത് തെറ്റാണ്. എനിക്കറിയില്ല, അത് ഞാൻ കണ്ടില്ല ആ രേഖ. പാർട്ടിക്കകത്തുള്ളതല്ല, അത് നിങ്ങളുടെ കയ്യിലുള്ളതാണ്. പാർട്ടിക്കകത്ത് അങ്ങനെ ഒരു രേഖയില്ല. പാർട്ടിയുടെ കണക്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതാണ്. അതായത് നിങ്ങൾ ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് വേണ്ടിയിട്ട് ചെലവഴിച്ചിട്ടുള്ള തുക അത് ഏത് അക്കൗണ്ടിൽ നിന്ന് എടുത്താലും ബിൽഡിങ്ങിൻ്റെ ആവശ്യത്തിന് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടിയിട്ടാണ്. ധനരാജ് ഫണ്ടിൽ നിന്ന് എത്ര തുകയാണ് ഏരിയ കമ്മിറ്റി ഓഫീസിന് വേണ്ടി തൽക്കാലത്തേക്ക് വിനിയോഗിച്ചിട്ടുള്ളത്, അതും പാർട്ടിയുടെ ധാരണയാക്കി ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ തുക ഏരിയ കമ്മിറ്റിയുടെ ചെലവിന് വേണ്ടി തൽക്കാലം ഉപയോഗിക്കുന്ന സമയത്ത് ആ തുക എങ്ങനെയാണ് കണ്ടെത്തേണ്ടത് എന്നത് സംബന്ധിച്ച് പാർട്ടി തീരുമാനം എടുത്തിട്ടാണ് അതിൻ്റെ മേലെ ഒരു നിലപാട് സ്വീകരിച്ചത്. ആര് പറയും? നിങ്ങൾ ഏരിയ കമ്മിറ്റിയിലുണ്ടോ? അതെ, അതല്ലേ പറയുന്നത്. അയാളിപ്പോൾ കമ്മ്യൂണിസ്റ്റുകാരനാണ്. അയാൾ പകമൂത്തിട്ട് എതിരാളികളുടെ പാർട്ടി ശത്രുക്കളുടെ കോടാലി കൈയായി മാറുന്ന ഒരു മനുഷ്യൻ എന്ത് വിളിച്ചു പറയും? അതിനൊന്നും മറുപടി പറയേണ്ട ബാധ്യത എനിക്കില്ല. ഈ
ഞാൻ കഴിഞ്ഞ പത്രസമ്മേളനത്തിൽ നിങ്ങളോട് പറഞ്ഞല്ലോ, അതായത് റെസീറ്റ് കാണാതായി എന്നുള്ളതൊരു വസ്തുതയാണ്. കാണാതായത് ഓഫീസ് സെക്രട്ടറിയുടെ കയ്യിൽ നിന്നാണ് കാണാതായത്. അയാളത് പാർട്ടിക്ക് മുമ്പിൽ എഴുതി തന്നു. പാർട്ടി കമ്മീഷന് മുമ്പിൽ അദ്ദേഹം കൊടുത്ത മൊഴിയുണ്ട്. അത് പരിഗണിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്തത്.